ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അരി അരച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. സോഡാപ്പൊടിയോ ഈസ്റ്റോ ചോറോ ഉഴുന്നോ ഒന്നും തന്നെ ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് 250 ഗ്രാം കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പച്ചരി ഞാൻ കുതിർത്ത് വെച്ചിരുന്നു. ഞാനിപ്പോൾ ഇത് സാധാരണ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇത് വെള്ളത്തിൽ ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നതാണ്. പച്ചരി എത്രത്തോളം കുതിരാൻ വെച്ചിരിക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ അപ്പവും. ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാദാ പച്ചരി തന്നെ വേണമെന്നില്ല, റേഷൻ പച്ചരി ആയിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലെ കുതിർത്ത് വെച്ചിരുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പച്ചരി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവൻ പച്ചരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു എരിവിന് വേണ്ടി 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനാണ് ഉള്ളതെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു സബോളയുടെ 1/4 ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 5-6 പീസ് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അതിനായി ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ചെറിയ കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 2 കിഴങ്ങ് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ കിഴങ്ങും ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ തന്നെ ഇത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ മാവിൻ്റെ അത്ര ലൂസും ആവണ്ട, ദോശമാവിൻ്റെ അത്ര കട്ടിയും ആവണ്ട, അതിനിടയ്ക്കുള്ള ഒരു പരുവമാണ് കറക്റ്റ് പരുവം. ഇപ്പോൾ ഞാൻ ഈ മാവിൽ ഉപ്പെല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് അപ്പം ചുട്ടെടുക്കുന്ന ആ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് എണ്ണയുടെയോ ഓയിലിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇത് വെറുതെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഈ മാവ് ഒഴിച്ച ഉടനെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം. അപ്പോഴത്തേക്ക് ഇതുപോലെ ഹോള് വരും. നന്നായി ഹോൾ വന്നതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ അപ്പം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്തും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മതിയാവും. ഒരെണ്ണം ചുട്ടെടുത്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം കൂട്ടി വെക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഹോള് വീണതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലും സ്കൂളിൽ പോകുന്നവർക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ചുട്ടു കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കറികളൊന്നും ഇല്ലാതെ വേണമെങ്കിലും കഴിക്കാം. കറികളോട് കൂടിയാണെങ്കിൽ ഏത് കറിയാണെങ്കിലും ഇതിൻ്റെ കൂടെ ചേരും. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാ മാവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചുട്ടെടുത്തിട്ടുള്ളതെല്ലാം ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ അതാ നമ്മുടെ ഈ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.